ഇപ്പോൾ തൃപ്പൂണിത്തുറ, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു ഇന്ത്യ സഖ്യം ആ തരത്തിലുള്ള ചിന്ത ഇടതു മുന്നണി കൺവീനർക്കുണ്ടോ? അല്ല, ഇന്ത്യ സഖ്യം ഫലപ്രദമായി രാജ്യത്ത് രൂപപ്പെടണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇതിന് പ്രധാനമായും നേതൃത്വം കൊടുക്കേണ്ടുന്ന കോൺഗ്രസ് അതിന് സഹായകരമായ നിലപാടല്ല സ്വീകരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ ചെറിയ ചെറിയ പാർട്ടികളെല്ലാം അകറ്റി നിർത്തുക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമല്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ആ നിലപാട് കോൺഗ്രസ് തിരുത്തിയെങ്കിലേ എന്തിനാണോ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് കഴിയുള്ളൂ. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന് യാതൊരു സാധ്യതയില്ല. ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. നിലപാടുകളിൽ മാറ്റം വരുത്തണം. നിലപാടുകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എവിടെയും ഇത് സാധ്യമാകും. അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞാൽ ഇതിന്റെ നിലപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. ബിജെപി അകറ്റി നിർത്തുന്നതിൽ കോൺഗ്രസ് തയ്യാറായാൽ ഇടതുപക്ഷ ഞാനതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നിലപാടാണ് പ്രശ്നം. സാമ്പത്തിക നയത്തിന്റെ പ്രശ്നമുണ്ട്, വിദേശ നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഈ വിഷയം. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു ബദൽ സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. അതിന് BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് ഒരിക്കലും സഹായകരമല്ല. സാമ്പത്തിക നയത്തിന്റെ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാടും BJPയുടെ നിലപാടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെ തുടരുകയല്ലേ. ഒരു BJP രാഷ്ട്രീയമായിട്ട് അധികാരത്തിൽ വരുന്നതിനെ തടയുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. പക്ഷേ അതുമാത്രമാണോ പ്രശ്നം? ജനങ്ങളെ ജീവിത പ്രശ്നങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യണം. BJPയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഇതിന്റെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യത കുറവാണ്. അതാണ് ആരാ നടപടി? അയ്യപ്പന്റെ പാട്ടല്ലേ ഈ വിഷ്ണുനാഥൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ചാനലൊക്കെ ഉണ്ടത്. തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറിയാണ് പരാതി കൊടുത്തത്. ആ പരാതി അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഒരു കാര്യപ്പാട്ടാണ്, അതിനെതിരെ കേസിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. അപ്പം വിവിധ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ആ നിലയിൽ ഞങ്ങൾ ആലോചനയിൽ വന്നിട്ടില്ല. ഇത് ഈ കേസിൻ്റെയും അതുപോലുള്ള പ്രശ്നങ്ങളും എന്താണെന്നുള്ളത് പരിശോധിച്ച് ദേവസ്വം ബോർഡിൻ്റെയും ഇപ്പം ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക അങ്ങനെയല്ല ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം. ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണല്ലോ BJP എടുത്തിട്ടുള്ള നിലപാട്. ഇപ്പോൾ കേരളത്തിൽ 19 സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് വിലക്കയിൽ ഏർപ്പെടുത്തിയില്ലേ? ഞങ്ങളതിനെതിരാണ്. 19 സിനിമയും പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. മുൻകൂട്ടി അനുവാദം വാങ്ങുന്ന കാര്യത്തിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഇതൊന്നും അങ്ങനെയല്ലല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് മുന്നിൽ അപ്പൊ സജി ഗോപിനാഥിനെ നിശ്ചയിച്ചതോ? സജി ഗോപിനാഥിനെ നിശ്ചയിച്ചത് ഗവർണർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടാണോ? അങ്ങനെ എടുക്കരുത് ഈ പ്രശ്നം. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയും വളരെ ലളിതമായിട്ട് ഈ വിഷയങ്ങളൊന്നും കാണരുത്. കാരണം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർവകലാശാലകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ സമൂഹത്തിന് ആകെ ഗുണം ചെയ്യേണ്ടുന്ന ഈ ഉന്നത സർവകലാശാലകൾ അത് ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും സംഘർഷവും സംഘടനാത്മകവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ചില പ്രശ്നങ്ങൾ ചില സാഹചര്യത്തിൽ ഉയർന്നു വന്നു, രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടാവും.
അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണ്ടേ? അവസാനിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു നയത്തിന് കീഴടങ്ങുക എന്നുള്ളതല്ല പ്രശ്നം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമ്പൂർണമായ വളർച്ചയാണ് ലക്ഷ്യം. അതിന് ഒന്നിച്ചു നീങ്ങേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക്. എത്രയാണ് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയിട്ട് പഠിക്കേണ്ടി വരുന്നത്? അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മതിയായ പരിഗണന നൽകി തൊഴിലിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കണം.